ഇത്? ഇനി മാത്രല്ല, ഇവർക്ക് സിനിമ ഇറക്കാൻ തെളിവ് കൊടുത്തത് സക്കരിയ സലാഹിയാണ്. സക്കരിയ സലാഹിയാണ് ഇവർക്ക് സിനിമ ഇറക്കാനുള്ള തെളിവ് കൊടുത്തത്. അതാണ് ഇപ്പൊ പിന്നെ പറഞ്ഞത് ന്യായീകരിക്കാൻ നോക്കിയ കാര്യം എന്ന് വെച്ചാല്, അള്ളാഹിനെ കുറിച്ച് ബോധമുള്ള ഒരു മനുഷ്യന് വളരെ വ്യക്തമായി ഇത് മനസ്സിലാവും. കുറച്ചു കാലമെങ്കിലും മുജാഹിദ് പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ച ഒരാൾ, അയാൾ ഏതെങ്കിലും ഒരു കാരണത്താൽ ചിലപ്പോൾ മടവൂരിയായി പോകും, ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ പറഞ്ഞോണമെന്നല്ല, തെറ്റിദ്ധരിച്ചിട്ട് മടവൂരിയായി പോകും. അങ്ങനെയുള്ള ആളുകൾ വരെ ഇത് ശരിയായില്ല എന്ന് പറയുമ്പോ അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ സക്കരിയ സലാഹിന് മറുപടി പറഞ്ഞില്ലേ? സക്കരിയ സലാഹിയുടെ പേരിൽ നിങ്ങൾ പറഞ്ഞ ആരോപണത്തിന് സക്കരിയ സലാഹി തന്നെ മറുപടി പറഞ്ഞിട്ടില്ലേ? സക്കരിയ സലാഹിയുടെ പേരുള്ള ആരോപണത്തിന് സക്കരിയ സലാഹി തന്നെ മറുപടി പറയുന്നത് ഒന്നുകൂടി നിങ്ങൾ കേട്ടുകൊള്ളൂ. ഞാനൊക്കെ പഠിക്കണ കാലത്ത് ഈ സലാഹുല്ലമിന്റെ വാക്കുകൾ കേട്ടിട്ട് സിനിമയും അതുപോലെ ഈ പിന്നെ തെരുവ് നാടകമൊക്കെ ദൈവത്തിന് ഉപയോഗിക്കാന്ന് അൽമനാറിൽ ഒരു കത്ത് വരെ എഴുതിയിരുന്നു. അള്ളാഹു കാത്തു. ഇയാളുടെ ഫിത്തനിപ്പെട്ടിട്ട് ഇത് നമ്മൾ പഠിക്കുന്ന കാലത്ത് ആദ്യമായിട്ട് ഞാൻ അൽമനാറിലേക്ക് ഒരു ലേഖനം എഴുതി. ലേഖനം ഒരു കത്ത്, അന്നൊരു ചർച്ചയുണ്ടായിരുന്നു. എന്ത്? ആദർശ പ്രബോധന രംഗത്തെ ആധുനികവൽക്കരണം, നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്കും എഴുതാൻ. അപ്പോ പ്രിലിമിനറി കഴിഞ്ഞു, ഫൈനൽ ഫസ്റ്റ് ഇയർ പഠിക്കാണ്. അപ്പൊ ഞാൻ കത്ത് എഴുതി. ആ കത്ത് അൽമനാറിൽ അച്ചടിച്ചു വന്നു. യഥാർത്ഥത്തിൽ അത് അൽമനാർ പത്രാധിപർ പറഞ്ഞിരുന്നു ഇത് ഓരോരുത്തരും അഭിപ്രായം എഴുതുന്നതാണ്. എന്നിട്ട് അസൈമടവൂര് വരെ അതിർത്തിട്ട് കണ്ടോ സക്കരിയ സലാഹി വരെ പറഞ്ഞ് സലാഹ്യനായിട്ടില്ല. ഞാൻ പഠിക്കുന്ന വിദ്യാർത്ഥിയാ. ഈ സക്കരിയ സലാഹി വരെ സിനിമയിലൂടെ പ്രബോധനം നടത്താമെന്ന് പറഞ്ഞിരിക്കുന്നു. കണ്ടോ? ഇത് 2002 ഇസ്ലാഹിൽ വളരെ വ്യക്തമായി ഇതിന് മറുപടി എഴുതുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ പഠിച്ചുകൊടുന്ന സമയത്ത് വന്നൊരു ചർച്ച, പലരും അഭിപ്രായം എഴുതി. അക്കൂട്ടത്തിൽ സക്കരിയ സലാഹി എഴുതിയ അന്ന് കുട്ടിയാണ്, അങ്ങനെ എഴുതിയ ഏതോ ഒരു കുറിപ്പ്, ഒരു കത്ത് എടുത്തുകൊണ്ടെന്നിട്ട് പറയണം അന്ന് സക്കരിയ സലാഹി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ നിജാവസ്ഥ എന്താ നിങ്ങൾ മനസ്സിലായല്ലോ.